ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാശി ആൻഡ് കേദ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു നാച്ചുറൽ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്കിനെ കുറിച്ച് പറയാനായിട്ടോ വന്നത്. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. ഈ ഗ്ലൂട്ടാത്തയോൺ നമ്മൾ എടുക്കുന്നത് തന്നെ നമ്മുടെ സ്കിന്നിന് കുറച്ച് നിറം വയ്ക്കാനും കുറച്ച് ഗ്ലോ ആവാനും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പക്ഷേ ഇത് നാച്ചുറലായിട്ടുള്ള നമുക്ക് കിട്ടുന്നൊരു സോഴ്സാണ് പോമഗ്രനേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ മാതളം അനാർ പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഏറ്റവും ഗുണം തരുന്നൊരു ഫ്രൂട്ടും കൂടാണ് കേട്ടോ ഈ അനാർ എന്ന് പറഞ്ഞാൽ നല്ല ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു റിച്ച് സോഴ്സ് ഉള്ളൊരു ഫ്രൂട്ടാണ്. അതേപോലെ അയൺ ആണെങ്കിലും നമ്മുടെ രക്തക്കുറവിനൊക്കെ നമുക്ക് പൊമഗ്രനേറ്റ് കഴിക്കാം. പിന്നെ കാൽഷ്യം, ഫൈബേഴ്സ്, ഇതെല്ലാം ഒരുപാട് മിനറൽസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അനാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ സ്കിന്ന് ഗ്ലോ ആവാനും ഹെൽത്തി ആവാനും കുറച്ച് ബെറ്റർ ആവാനും നമ്മൾ ഒരു പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും ടാൻ ആണെങ്കിലും ഒക്കെ മാറാനായിട്ട് ഈ അനാർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഡെയിലി ഈ ജ്യൂസ് കുടിക്കണം കേട്ടോ. ഇത് നമ്മൾ ഒരു മാതളം വേണം ഒരു ദിവസം നമ്മൾ എടുക്കാനായിട്ട്. ചെറുതാണെങ്കിൽ ഒന്ന് മതി, ഇല്ല വലുതാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് പോർഷൻ മാത്രം മതി കേട്ടോ ഒരാൾക്ക് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ 2 പേർക്കായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ മാതളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ക്യാരറ്റാണ്. ക്യാരറ്റിൻ്റെ കാര്യവും നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ക്യാരറ്റും ഈ പറഞ്ഞൊരു നാച്ചുറൽ സോഴ്സാണ് നമ്മളുടെ സ്കിന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു 4 ക്യാരറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്, പിന്നെ പോമഗ്രനേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. ഒരു ഹാഫ് നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ടാണ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. ഈ ഡ്രിങ്ക് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമ്മൾ ഒന്നിടവിട്ട് ദിവസങ്ങളിൽ നമ്മളിത് കുടിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്മൂത്തി ആയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇത് അരിച്ചെടുക്കാണ്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ആ ഫൈബറൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. ഇല്ല നമുക്ക് അങ്ങനെ കഴിക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ അരിച്ച് നമ്മൾ എടുത്ത് കുടിച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് ഈ ആഹാരം കഴിക്കുന്നതിന് മുന്നേ രാവിലെ കുടിക്കുന്നതാണ് കുറച്ച് ബെറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ഉണ്ടല്ലോ, ഒരു ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയമൊക്കെ ഉണ്ടല്ലോ, ഒരു 11-11:30 ആ ഒരു ടൈമിന് കുടിക്കുന്നതാണ് കുറച്ച് നല്ലത്. ഇനി ഇതാണ് നമ്മുടെ സെക്കൻഡ് മാജിക്കൽ ഡ്രിങ്ക് എന്ന് പറയുന്നത്. അതിനായിട്ട് ബീട്രൂട്ട്, ക്യൂക്കമ്പർ, ക്യാരറ്റ്, പിന്നെ ഇഞ്ചി, നാരങ്ങ, ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതും ഞാൻ 2 പേർക്ക് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഹാഫ് ക്യൂക്കമ്പർ എടുത്തു, അതേപോലെ ഒരു 1/4 ഭാഗം ബീട്രൂട്ട് എടുത്തിരിക്കുന്നത്, 3 ക്യാരറ്റ്, ഒരു പകുതി നാരങ്ങ, കുറച്ച് ഇഞ്ചി, ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ കാര്യവും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആവാനും നല്ലൊരു നിറം വയ്ക്കാനും ഒക്കെ ബീട്രൂട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ക്യാരറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ക്യാരറ്റ് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ജ്യൂസർ ഉണ്ടെങ്കിൽ ജ്യൂസറിൽ വെച്ചിട്ട് നമ്മൾ ജ്യൂസാക്കി എടുത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിൽ നമുക്ക് ജ്യൂസാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കുക്കമ്പർ എടുത്തു, അതും പീൽ ചെയ്തിട്ടുണ്ട്. സ്കിന്നെല്ലാം നമ്മൾ പീൽ ചെയ്ത് കളയണം, കാരണം ഇതിനകത്തെല്ലാം എന്തെങ്കിലുമൊക്കെ പോയിസണസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കഴുകി പീൽ ചെയ്യണം അതിൻ്റെ സ്കിന്നൊക്കെ. പിന്നെ ഞാൻ നാരങ്ങയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇത് മിക്സഡ് ജാറിലേക്ക് ആക്കി കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് ഞാൻ ജ്യൂസ് ആക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇതേപോലുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇതിൽ ഷുഗറോ ഹണിയോ അങ്ങനെയുള്ള ഈ സ്വീറ്റ്നർ ഒന്നും നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതിനകത്ത് തന്നെ നാച്ചുറലായിട്ടുള്ള ഒരു മധുരം നമുക്ക് ഉള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ മാതളം എടുത്താലും ക്യാരറ്റ് എടുത്താലും ബീട്രൂട്ട് എടുത്താലും അതിലെല്ലാം ഒരു മധുരം ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഷുഗർ ആഡ് ചെയ്യുന്നതേ ഇല്ല. ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഐസും കൂടി ഇട്ടിട്ടുണ്ട്. ഇതും നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ കുടിക്കാം. അപ്പോൾ ആദ്യത്തെ ജ്യൂസ് നമ്മൾ ഒരു ദിവസം കുടിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് ഈ ജ്യൂസ് കുടിക്കാം. കാര്യം നമുക്ക് ബീട്രൂട്ടൊന്നും കണ്ടിന്യൂസ് നമുക്ക് എല്ലാ ദിവസവും കുടിക്കുന്നത് അത്ര നല്ലതല്ല. ഞാൻ കുറച്ച് ഇത് ഐസ് ക്യൂബ് ആക്കാൻ വേണ്ടിയിട്ടും കൂടെ വെച്ചിട്ടുണ്ട്. കാര്യം ഈ തിരക്കിനിടയ്ക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ പറ്റാത്തവരായിരിക്കും കുറേ അധികം ആളുകളും. അപ്പം നമുക്കിങ്ങനെ ഐസ് ക്യൂബ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ചൂടുവെള്ളം തണുത്തതിനകത്ത് ഇതിനകത്ത് ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 നേരം നമുക്കിത് കുടിക്കാൻ പറ്റും. കാര്യം നമ്മളൊരു ജ്യൂസിൻ്റെ അത്രയും ക്വാണ്ടിറ്റി ഐസ് ക്യൂബിന് കിട്ടുന്നില്ല. എന്നിരുന്നാലും കുറച്ചെങ്കിലും നമുക്കൊരു സ്കിന്നിലൊരു മാറ്റം വരുത്താനായിട്ട് ഇതും ഹെൽപ്പ് ചെയ്യാറുണ്ട്.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ നാച്ചുറലായിട്ടുള്ള ഗ്ലൂട്ടാത്തോയൻ ഡ്രിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കാണെങ്കിലും ശരി ഉപയോഗിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഹാഫ് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇത്രയും തന്നെ ക്വാണ്ടിറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഈ പറഞ്ഞ കണക്ക് ഒരു 5 ദിവസം 10 ദിവസം അല്ലാണ്ട് ഒരു മാസം എങ്കിലും നമ്മളിതൊന്ന് കണ്ടിന്യൂസ് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്